നമുക്ക് ഫിക്സ്ഡ് സൈസ് സ്ലൈഡിംഗ് വിൻഡോ യൂസ് ചെയ്തിട്ടുള്ള വേറൊരു പ്രോബ്ലം കാണാം. ഫൈൻഡ് മാക്സിമം സം ഓഫ് എനി കണ്ടിഗ്യുവസ് സബ് അറേ ഓഫ് സൈസ് കെ. ഇൻപുട്ട് 1 3 2 6 -1 4 k = 3. ഔട്ട്പുട്ട് 11. ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ടായിട്ട് ഒരു അറേയും കെ എന്ന് പറഞ്ഞ ഒരു വാല്യൂയും യൂസർ ആയി നിന്ന് മേടിക്കുക. കെ സൈസ് ഓഫ് സബ് അറേ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ കെ സൈസ് വരുന്ന സബ് അറേസിന്റെ എല്ലാ സമ്മ് കണ്ടുപിടിക്കും. ഇവിടെ കെയുടെ വാല്യൂ 3 ആണ്. അന്നേരം 1ഉം 3ഉം 2ഉം സമ്മ് ചെയ്തപ്പം നമുക്ക് 6 എന്ന് കിട്ടി. 3ഉം 2ഉം 6ഉം സമ്മ് ചെയ്തപ്പോൾ 11 എന്ന് കിട്ടി. 2ഉം 6ഉം -1 സമ്മ് ചെയ്തപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടി. 6ഉം -1 4ഉം സമ്മ് ചെയ്തപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടി. ഈ സമ്മുകളുടെ എല്ലാം മാക്സിമം അതെന്ന് പറഞ്ഞാൽ 11 ആണ്. അതാണ് നമ്മൾ ഔട്ട്പുട്ടിൽ റിട്ടേൺ ചെയ്യേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലവും ഈ പ്രോബ്ലം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഓരോ സബ് അറേയുടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു അറയിലോട്ട് അപ്പൻഡ് ചെയ്തു. ഈ പ്രോബ്ലത്തിൽ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാക്സിമം സം എന്ന് പറഞ്ഞ ഒരു വേരിയബിളുമായിട്ട് നമ്മൾ നമ്മുടെ പ്രസന്റ് സമ്മിനെ കമ്പയർ ചെയ്യും. അങ്ങനെ നമ്മൾ മാക്സിമം സമ്മ് കണ്ടുപിടിക്കും. ഇതിന്റെ കോഡ് നോക്കാം. ഡെഫ് ഫൈൻഡ് മാക്സിമം സം ഓഫ് സബ് അറേ കെ, മാക്സിമം സം ഈക്വൽ ടു 0, L ഈക്വൽ ടു 0, N ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ, സം ഈക്വൽ ടു 0 ഫോർ R ഇൻ റേഞ്ച് ഓഫ് N, സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് R. If R greater than or equal to K minus 1. പണ്ട് നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് അപ്പൻഡ് ചെയ്യായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാറിയിട്ട് മാക്സിമം സം ഈക്വൽ ടു മാക്സ് ഓഫ് മാക്സിമം സം സം. ഈ മാക്സിമം സമ്മില് മാക്സിമം സം ഓഫ് സബ് അറേ ആയിരിക്കും ഫൈനലി സ്റ്റോർ ആവുക. സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് L പ്ലസ് ഈക്വൽ ടു 1. റിട്ടേൺ മാക്സ് സം. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n, സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1.